ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈമായിട്ട് ഡിഷ് വാഷിങ്ങിന് ജോയിൻ ചെയ്ത ആളാണ്. പാത്രം കഴുകാനേ ഡിഷ് വാഷ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു എലഗൻസി ഒക്കെ ഉണ്ട്. അന്നൊക്കെ എൻ്റെ മനസ്സിലെ സ്വപ്നം എന്തെങ്കിലും ഒരു സിനിമാ നടനാകും, സിനിമയിൽ പോകണം. ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ കൊടുക്കുന്നത് മധു സാറിനാണ്. സിനിമാടൻ മധു സാറാണ് എൻ്റെ അധ്യാപകനായിരുന്നു. കോഴിക്കോടിലാണ് ഇന്ത്യയിലെ 3-ാം സ്ഥാനം മാനസിക രോഗ വിദഗ്ധരെ കുറിച്ച് ഗൂഗിളിൽ അന്വേഷിച്ച ആൾക്കാരുടെ കൗണ്ട് ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടാണ്. കേരളത്തിൽ ഞാൻ എന്ത് ചെയ്താലും ഔട്ട്പുട്ട് നെഗറ്റീവായിരിക്കും. ഒരു ബ്രേക്ക് ഡൗൺ പീരീഡ് ബ്രേക്ക് ത്രൂ ആക്കി മാറ്റിയത് ആ 1.5 വർഷത്തെ പീരീഡിലാണ്. നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഇപ്പം റിഗാർഡ്ലെസ് ഇന്നെ അത് തർക്കിച്ചാൽ അത് എവിടെയാണ് കാണിച്ചൊരു തൊട്ട് നോക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാലും അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യു ഗീവ് മീ എ ചൈൽഡ് ബൈ ദ ഏജ് ഓഫ് 7 ഐ വിൽ ഷോ യു ദ മാൻ. പാർട്ട്ണർ കൺസീവായ മുതൽ പാരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ റൂഹ് വരും. അത് സ്പിരിച്വലി പറയാണ്. ഹായ്, നമസ്കാരം. ആർജെ തൻവീറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സീരീസിനുള്ള തുടക്കം കൂടിയാണ്. 360 റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ സീരീസാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ സ്പെഷ്യലായിട്ടൊരു അതിഥി ഈ ഒരു സീരീസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ എന്നോടൊപ്പം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് അങ്ങനത്തെ ഒരു ഗസ്റ്റിനെ തന്നെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. റിയാസ് ഹക്കീം. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യാസ് ഫസ്റ്റ് സെയിൽസ് ഇമോഷണൽ കോച്ച് എന്ന ടൈറ്റിലിനുടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് കണ്ട ആളുകൾക്കൊക്കെ അറിയാം. ഞാനൊന്ന് ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം ഒരു ഇൻട്രോ ആയിട്ട്. 2023 ഞാൻ മുമ്പ് വർക്ക് ചെയ്ത റേഡിയോയുടെ ഒരു ഭാഗമായിട്ടൊരു ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അതിൻ്റെ ക്യാപ്ഷൻ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. നമ്മുടെ പഴയ ഓൾഡ് ചാറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ക്യാപ്ഷനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത്, 3 മാസം കൊണ്ട് 60,000 ഫോളോവേഴ്സ് സ്വന്തമാക്കിയ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അതിഥി എന്നാണ് ആ ഒരു ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം വലിയ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. ഈ ഒരു ഫോളോവേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ടിക്ടോക്കിലാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. റിയാസ് ഹക്കീമാണ്. അദ്ദേഹത്തിൻ്റെ ജേണിയെക്കുറിച്ചാണ് അദ്ദേഹം ഇന്ന് നമ്മൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജേണിയും അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. എല്ലാ തലത്തിലുള്ള ആളുകളെയും ടച്ച് ചെയ്യുന്നൊരു സെഷൻ ആയിരിക്കും. നമസ്കാരം, വെൽക്കം ബാക്ക്. നമസ്കാരം തൻവീർ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സോ ഹാപ്പി ടു ബി ഹിയർ. എനിക്ക് ഇൻട്രോ പറയുമ്പോൾ തൻവീർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ പറയാതെ പോയ ഒരു കാര്യം, നമ്മളെ ഒരുപാട് പേര് അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാറാൻ സഹായിച്ച ഒരാളാണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് പലയിടത്തും പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ടിക്ടോക്കിൽ 10-60,000 പേര് എന്നെ അറിയുകയും ഫോളോ ചെയ്ത ഒരു സമയത്താണ് തൻവീർ എന്നെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ ഈ 60,000-ൽ 59,999 പേരും ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് നോൺ മലയാളീസ് ആയിരുന്നു. കാര്യം എൻ്റെ ഇംഗ്ലീഷ് വീഡിയോസ് ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്. അതും ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഈ 59,999 എന്ന് പറയാൻ കാരണം ആഫ്രിക്കൻ കൺട്രീസിലായിരുന്നു എൻ്റെ വീഡിയോസ് കൂടുതലും റീച്ച് പോയിരുന്നത്. ഫോർ സം ഗുഡ് റീസൺസ് അങ്ങോട്ടായിരുന്നു റീച്ച് മൊത്തം. അപ്പോൾ മലയാളികൾ എനിക്ക് തീരെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൻവീർ എന്നെ കോയിൻസിഡൻ്റലി കണക്ട് ചെയ്യും. അന്ന് നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം എനിക്കൊരു ജീവിതം ഉണ്ടായി. ആ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. നമ്മൾക്ക് അടച്ച കുറേ വാതിലുകൾ, റിജക്റ്റ് ചെയ്യപ്പെട്ട കുറേ പ്രൊപ്പോസൽസ് ഒക്കെ ഓപ്പണായി. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ മീറ്റിംഗ് തൻവീറാണ്. മനസ്സാണ്. ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിയ ഒരാളുടെ വായിൽ നിന്നാണ് ഞാൻ ഈ വാക്ക് കേൾക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, റിയാസ് ഭായിൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിലും നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ ഈ തുടക്കം തന്നെ എന്താ പറയുക, എന്നോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം താങ്കൾ പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു വാക്ക് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ ആ ഒരു വാക്ക്? അബ്സല്യൂട്ട്ലി തൻവീർ, ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ലൈഫിലെ ഔട്ട്പുട്ട്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ഔട്ട്പുട്ട്സിൻ്റെയും ഇൻപുട്ട് ഗ്രാറ്റിറ്റ്യൂഡാണ്. പലർക്കും ഇത് അറിയാത്തതുകൊണ്ടാണ്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്തെങ്കിലും ഒക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതൊരു ഔട്ട്കത്തിൻ്റെ ഒരു ഔട്ട്കം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു നല്ലൊരു ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ബോണസ് കിട്ടി, അപ്പോഴൊക്കെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആകാം. ഒരു ഔട്ട്പുട്ടിൻ്റെ
പിന്നീടുള്ള ഒരു സ്റ്റേറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡായിട്ടാണ് പലരും കൺസീവ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ. ശരിക്കും ഞാൻ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഇൻപുട്ടാണ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നാൽ മാത്രമേ അങ്ങനെ ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഇഫ് യു ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഇൻക്രീസ് ഇറ്റ് മോർ എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് മനുഷ്യരോട് പറയാറുണ്ട്. ഭഗവത്ഗീത പറയാറുണ്ട്, ബൈബിള് പറയാറുണ്ട്, ബുദ്ധൻ പറയാറുണ്ട്. അപ്പോൾ ഇതൊന്നും പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോൾ പലരും നമ്മുടെ സെലിബ്രിറ്റീസ് പറയുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗ്സിൻ്റെ പുറകിലൊക്കെ പോകാറ്. പക്ഷേ ബേസിക്കലി ഇഫ് യു ഗോ ബാക്ക് ഈ പറഞ്ഞ പുസ്തകങ്ങളിലൊക്കെ നോക്കിയാൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രേറ്റ്ഫുൾനെസ്, നന്ദി ഉണ്ടാകുക, തൃപ്തി ഉണ്ടാകുക, ഇത്തരം ഇമോഷണൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നത് ബുക്കിൽ നോക്കിയല്ല, എൻ്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് എനിക്ക് തൻവീറുമായിട്ടുള്ള ഓർമ്മയിലെല്ലാം ഗ്രാറ്റിറ്റ്യൂഡേ ഉള്ളൂ. പ്രോബ്ലി എനിക്ക് വേറെ പല ഓർമ്മകളുണ്ട്. തൻവീറും ഞാനുമായിട്ട് എന്തോരം ചാറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുന്നത് തൻവീർ എന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്മാനിച്ച കുറേ അനുഭവങ്ങളാണ്, കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി. തൻവീറിനെ സംബന്ധിച്ചോളം റിയാസ് ഹക്കീമിനെ അന്ന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് യു മൈറ്റ് ഹാവ് ഫൗണ്ട് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിലെ ഏതെങ്കിലും ഒരു വാക്കുകൾ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. ഞാനങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയതുകൊണ്ട് തൻവീറിനെ കൊണ്ട് തോന്നിപ്പിച്ചതാ, അല്ലാതെ എൻ്റെ എന്തെങ്കിലും വാക്കിൻ്റെ മാജിക് കൊണ്ടല്ല. ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു അന്നും. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം വന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, RJ തൻവീർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് എന്നോട് ചോദിച്ചു, അതെന്തേ നിങ്ങളൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ? ഞാൻ പറഞ്ഞു, അത് നീ ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഈ ഇമെയിൽ ഇപ്പോഴല്ലേ കണ്ടത്, ഞാനത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ഡെയിലി ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ പ്രാവശ്യം ഒരു കാര്യം കേൾക്കുമ്പോഴാണല്ലോ ഈ സർപ്രൈസും എക്സൈറ്റ്മെൻറ്റും. എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്ത് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാഷ്റൂമിൽ കയറി കഴിഞ്ഞാൽ പലപ്പോഴും ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാറുണ്ട്. അന്നൊക്കെ ഒരു പറയുമായിരുന്നു, ഇയാൾക്ക് തലയ്ക്കെന്തോ വിഷയമുണ്ട്. കാര്യം ഞാൻ കണ്ണാടിയിൽ നോക്കി ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിരന്തരമായി ഇങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്ന, ഫിസിക്കലി ലോകത്താരും കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ അവാർഡൊക്കെ പിടിച്ച് അവാർഡ് പിടിച്ചൊക്കെ ഇങ്ങനെ നിന്നിട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് മേടിക്കുന്നതും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറയും. ഇത് ശരിക്കും ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് അല്ല. ഇഫ് യു റിയലി ബിലീവ് ഇൻ ഇറ്റ്, ഇഫ് യു റിയലി ഹാവ് ദാറ്റ് ഫെയ്ത്ത്. ബിലീഫും ഫെയ്ത്തും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമുക്കൊക്കെ വിശ്വാസമേ ഉള്ളൂ, ഉറപ്പില്ല. ഉറപ്പെന്ന് പറഞ്ഞാൽ ഫെയ്ത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ നമ്മളെ മനുഷ്യർ കാണും, അവരുടെ ഇടയിൽ നമ്മൾ എത്തും, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ സ്വാധീനിക്കും എന്നൊക്കെ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഗ്രേറ്റ്ഫുൾ ആകും. കാര്യം അത് നടന്നില്ലെങ്കിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകും, കാര്യം നമുക്ക് ഉറപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ലോകത്തിൻ്റെ മുന്നിൽ RJ തൻവീർ പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ പുറകിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അല്ല, അതേപോലെ തന്നെ ഇപ്പോൾ എന്താ താങ്കളുടെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ സെഷൻസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം മറ്റ് നമ്മൾ സ്ഥിരം കാണുന്ന മറ്റ് ട്രെയിനേഴ്സിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പേര് നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഭയങ്കര ഒരു സ്പിരിച്വലായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഏത് ടോപ്പിക് എടുത്താലും നമ്മൾ എന്താ പറയുക, കാശുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ പോലും അതിനകത്തൊരു വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കൾ ആസ് എ പേഴ്സൺ എങ്ങനെയാണ്? കടുത്ത വിശ്വാസിയാണോ? അപ്പോൾ താങ്കൾ വളർന്നു വന്ന സാഹചര്യമൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാലം, പിന്നീട് അഡൽട്ട്ഹുഡ്. എൻ്റെ കോളേജ് ലൈഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ഒരു യു ടേൺ ലൈഫിൽ ജീവിച്ച ആളാണ്. ഒട്ടും ആത്മീയ ബോധം ഇല്ലാതെ, ഒട്ടും ദൈവികമായ ഒരു ബോധവും ഇല്ലാതെ, ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പേഴ്സണലി സ്പീക്കിംഗ്, എൻ്റെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ തുടങ്ങിയത് ഞാനെന്ന വ്യക്തി ശരീരമല്ല എന്ന് റിയലൈസ് ചെയ്ത നിമിഷമാണ്. ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയായിരുന്നു ജീവിച്ചിരുന്നത്. ഫുഡ് കഴിക്കാൻ, അത്യാവശ്യം ശരീരം നോക്കാൻ വേണ്ടി, നല്ലൊരു കരിയർ, ഇതൊക്കെ ശരീരത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളാണ്. പലപ്പോഴും നമ്മൾ ശരീരത്തെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയും ശാരീരികമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്കും ബോഡ്ലി ഡിസയേഴ്സിനൊക്കെ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ, പണിയെടുക്കുന്നവൻ്റെ കൂടെയാണ് പടച്ചവൻ എന്ന് പറയുന്ന പോലെ, പണിയെടുക്കുന്നവർക്ക് റിവാർഡ് കിട്ടും. അപ്പോൾ നമ്മൾ ശരീരത്തിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്താൽ ശരീരത്തിന് വേണ്ടിയുള്ള റിവാർഡ് കിട്ടും. അതായത് ഈ വേൾഡ്ലി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് വേണ്ടിയൊക്കെ നമ്മൾ എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് വരും. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല.
ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്ര വലിയ സ്റ്റുഡിയസ് ആയ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഡ്രോപ്പ് ഔട്ടാണ്. പിന്നീട് പോയാണ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വോൾവർഹാംപ്ടണിൽ പോയി ഞാൻ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ ആളാണ്. പക്ഷേ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അന്ന് അത്ര എളുപ്പമല്ലല്ലോ. റാങ്ക് ഒക്കെ വേണം, അത്യാവശ്യം നല്ല എൻട്രൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണ് പഠിച്ചതൊക്കെ. പക്ഷെ പഠിച്ചു എന്ന് പറയാൻ ഇപ്പോഴും ഞാൻ ക്വാളിഫൈഡ് അല്ല. അവിടെ പോയി രാഷ്ട്രീയമൊക്കെ കളിച്ചു. അന്നൊക്കെ എൻ്റെ മനസ്സിലെ സ്വപ്നം എന്തെങ്കിലും ഒരു സിനിമാ നടനാകും, സിനിമയിൽ പോകണം, സിനിമാക്കാരനായിരുന്നു. അതാണ് നമ്മുടെ ലൈൻ. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഉദ്ദേശം. ഞാൻ നന്നായിട്ട് എഴുതുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം ഒരു സിനിമയിലേക്ക് എഴുത്തുകാരനായി കടന്നുകൂടി. കാര്യം അന്ന് ഈ ഗ്ലാമർ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ അവബോധമുണ്ട്. ഞാനൊരു മറ്റേ ഒരു ഹീറോയിക് ലുക്കൊന്നും ഇല്ലെങ്കിലും എഴുത്തുകാരനായി കടന്നുകൂടിയിട്ട് പിന്നീട് ഭയങ്കര സൈഡിലൂടെ ഒരു നടനാകണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ കാര്യമായിട്ട് നമ്മളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പക്ഷേ നല്ല അസാധ്യമായിട്ട് ആൾക്കാരുമായിട്ട് ഇൻവോൾവ് ചെയ്യാനും എൻഗേജ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ അതിനും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ കൊടുക്കുന്നത് മധു സാറിനാണ്. സിനിമാടൻ മധു സാറാണ് എൻ്റെ അധ്യാപകനായിരുന്നു. എന്നെ ആദ്യമായി സ്റ്റേജിൽ കയറ്റിയിട്ട് ഒരു മോണോ ആക്ട് ചെയ്യാൻ എന്നെ ട്രെയിൻ ചെയ്യിച്ചത് മധു സാറാണ്. സരസ്വതി വിദ്യാലയം എന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ മധു സാറാണ് ഈ പറഞ്ഞ പോലെ, മധു സാറിന് അന്നത്തെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും കലാകാരന്മാരാവണം. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ കലാകാരനാണ്. കാര്യം പുള്ളി അങ്ങനെയാണല്ലോ സക്സസ്ഫുൾ ആയത്. അപ്പോൾ പുള്ളി അപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു കല പഠിപ്പിക്കും. ഈ നമ്മുടെ അക്കാഡമിക് കരിക്കുലത്തിൻ്റെ കൂടെ DKMA എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്, ഡാൻസ് കരാട്ടെ മ്യൂസിക് ആർട്സ്. അപ്പോൾ എനിക്കിതിൽ ഒന്നും അറിയാത്തതുകൊണ്ട് ഡാൻസ് പറഞ്ഞുകൂടാ, കരാട്ടെ അറിഞ്ഞുകൂടാ, മ്യൂസിക് പറഞ്ഞുകൂടാ, ആർട്സ് പറഞ്ഞുകൂടാ. അങ്ങനെയാണ് അദ്ദേഹം എന്നിലെ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാനുള്ളൊരു സാധ്യത പുള്ളി കണ്ടിട്ട് പുള്ളി മിമിക്രി മോണാക്ടിലൊക്കെ എന്നെ ട്രെയിൻ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് മിമിക്രി പറയുന്നത് തന്നെ മധു സാറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ. വീഡിയോസ് ഒക്കെ ഉണ്ടോ? നീ പറഞ്ഞ പോലെ ഈ അങ്ങനത്തെ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയും, നമ്മളെ സ്റ്റേജിൽ കയറാൻ ഉള്ള ധൈര്യം തന്നത് ആ മനുഷ്യൻ്റെ ഒരു വലിയ മനസ്സാണ്. കുട്ടിക്കാലത്ത് പോലും അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ അദ്ദേഹം പ്രിൻസിപ്പളാണ്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിട്ട് പോലും കുട്ടിക്കാലത്തുനിന്ന് അദ്ദേഹം തന്നൊരു കോൺഫിഡൻസ് പിന്നീട് എൻ്റെ ജീവിതത്തെ വല്ലാണ്ട് സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പാരൻസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസും അവർക്ക് കൊടുക്കുന്ന പിന്തുണയും അവരുടെ ഏതെങ്കിലും ഒരു സ്ട്രെങ്ത് കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതൊക്കെ പിന്നീട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അതൊക്കെ അവരുടെ ലൈഫിനെ കംപ്ലീറ്റ് മാറ്റിത്തിരിക്കും കേട്ടോ. കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ആത്മീയവുമായും മാനസികവുമായും ഒക്കെ നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ വേർഡ്ലി റിക്വയർമെൻറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ ശരീരം കൊണ്ട് പ്രയത്നിച്ചാൽ പലപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടും, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത് 2024 നവംബറിലാണെന്ന് ആണ് എൻ്റെ വിശ്വാസം, ഇഫ് ഐ ആം നോട്ട് റോങ്. ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചൊരു വാർത്തയുണ്ട്. 2023 അപേക്ഷിച്ച് 2024 41% ആൾക്കാരാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ മാനസികാരോഗ്യം കൺസേൺ വെച്ചിട്ട് മാനസികാരോഗ്യ വിദഗ്ധരെ സെർച്ച് ചെയ്തത് ഇൻ്റർനെറ്റിൽ. 2023 അപേക്ഷിച്ച് 2024 41% ആൾക്കാർ മാനസിക രോഗ വിദഗ്ധരെ അന്വേഷിച്ചു ഗൂഗിളിലൂടെ. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതെ, അത് പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. അതായത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ഗൂഗിളിൽ 41% ആൾക്കാർ കൂടുതൽ റിസർച്ച് ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയൊരു വാർത്ത, അതിൽ 1 മെട്രോപൊളിറ്റൻ നഗരമാണ്, മുംബൈയാണ്, 2 കൊൽക്കട്ടയാണ്, 3 കോഴിക്കോടാണ്. കോഴിക്കോടിലാണ് ഇന്ത്യയിലെ 3-ാം സ്ഥാനം. മാനസിക രോഗ വിദഗ്ധരെ കുറിച്ച് ഗൂഗിളിൽ അന്വേഷിച്ച ആൾക്കാരുടെ കൗണ്ട് ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോടാണ്, കേരളത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യ മൊത്തം പാൻ ഇന്ത്യ എടുക്കുമ്പോൾ 3-ാം സ്ഥാനം നമുക്ക് കിട്ടിയിരിക്കുന്നത് മാനസിക രോഗ വിദഗ്ധരെ കുറിച്ച് അന്വേഷിക്കുന്ന കുറേ മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗൂഗിളിനോടൊക്കെ ചോദിക്കുന്നത്. കാര്യം പുറത്തിപ്പോൾ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണാനായിട്ട് ഒരാൾ പോകുക എന്ന് പറഞ്ഞാൽ അവനെ ലേബൽ ചെയ്യും, എന്തോ വട്ടാണ്, ഭ്രാന്തല്ലേ. ഊളംപാറ എന്ന് കേട്ടാൽ നമുക്ക് എന്ത് ഇമേജാ വരിക? ഊളംപാറ ഒരു സ്ഥലമാണ്. ഊളംപാറ ആ സ്ഥലത്തിന് നമ്മൾക്ക് സൊസൈറ്റി കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്,
True. അപ്പം മാനസിക രോഗം ഒരു ഭ്രാന്ത് എന്നുള്ളൊരു ലേബലിലാണ് പലപ്പോഴും മലയാളികൾ അറ്റ്ലീസ്റ്റ് കാണുന്നത്. അപ്പോൾ അതൊരു വലിയ ഷെയിമാണ്. മനസ്സിനൊരു പ്രയാസം വന്നാൽ ഒരു വിദഗ്ധനെ കാണാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഞാൻ പറയുന്ന 2025-ലാണ്. അപ്പം ഞാനൊക്കെ ഒരു 2000 കാലഘട്ടത്തിൽ മാനസികമായി വീക്കായിരുന്ന ഒരു പയ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആത്മീയമായ ഒരു ബോധവും ഇല്ലാത്തൊരു പയ്യൻ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മളെ കേൾക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വരുന്ന മെസ്സേജുകളുടെ കൗണ്ടുണ്ട്. മെൻ്റലി ഡിപ്രസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്, ഓവർ തിങ്കിങ് ആണ്, എനിക്ക് മുമ്പോട്ട് പോകാൻ ഹോപ്പില്ല, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ തീർന്നു, ആത്മഹത്യയുടെ വക്കിലാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. കാരണങ്ങൾ അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ എനിക്ക് തൻവീറിനൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതം ജീവിക്കാത്തിടത്തോളം അതൊക്കെ നമുക്ക് നിസ്സാരമാവും. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാവാം. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പോലും മനസ്സിലാക്കണമെന്ന് പോലും ഉള്ളൊരു ബോധമില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഫ്രണ്ട്ഷിപ്പ് കയ്യിൽ നിന്ന് പോകും. കാരണം എനിക്ക് നോ പറയാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ആരുടെ നോ പറയാൻ അറിയില്ല. കാര്യം എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. അപ്പം ആ ഇഷ്ടം ഒരു എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ പീപ്പിൾ പ്ലീസർ ആയി പോകും. അപ്പം പിന്നെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാലിഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എന്താ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കടം ചോദിച്ച് എന്നെ ഒരാൾ വിളിക്കുക, ഞാൻ ഇല്ലയെന്ന് പറയില്ല. ഇല്ലായിരിക്കും, പക്ഷെ പറയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറയും ഹോപ്പ് കൊടുക്കും. നോക്കട്ടെ പറയട്ടാ, നോക്കാം, പറയാം. അപ്പോൾ ഇവനെ നോക്കാൻ പറയാമെന്ന് പറഞ്ഞ് ഇവനെ ഇട്ട് ലാഗ് ചെയ്യിക്കും. അപ്പോൾ ഇന്നേ വേ ഞാൻ അവനെ ഉപദ്രവിക്കുക. ഇല്ലാന്ന് അപ്പോൾ പറഞ്ഞിരുന്നേ അവൻ വേറെ ഓപ്ഷൻ നോക്കിയാനെ. ഈ ഉപദ്രവം കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാവും. എന്നിട്ട് അവൻ തന്നെ പറയാം, എടാ നീ എന്ത് പണിയടാ, നീ ഇല്ലാന്ന് പറഞ്ഞിരുന്നേ ഞാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കുറേ ബന്ധങ്ങൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ സൗഹൃദങ്ങളായാലും പ്രണയമായാലും ഇതൊക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ ഒരു കാരണം നമുക്ക് ആത്മീയമായ ഒരു ബോധമില്ല, മാനസികമായ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ബിസിനസ് ചെയ്തു, ഫെയിലായി, കരിയർ ഫെയിലായി. അപ്പോഴാണ് മനസ്സിലായത് എന്തെങ്കിലുമൊക്കെ പഠിക്കണമായിരിക്കും. ഒരുപക്ഷെ എൻ്റെ ഉപ്പ ആഗ്രഹിച്ച പോലെ ഒരു എൻജിനീയർ ആയാൽ ഈ പ്രശ്നമൊക്കെ തീരുമെന്ന് കരുതി ഞാൻ യു കെക്ക് പോയി. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് വോൾവർഹാംപ്ടണിൽ അവിടുത്തെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ എൻജിനീയറിംഗ് പഠിച്ചു എന്ന് വെച്ചാൽ അവിടെ പിന്നെ ഒരു വലിയ ജേണിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് വീണ്ടും പല ഇൻ്റർവ്യൂവിനൊക്കെ ഇരുന്നാലേ കഥയൊക്കെ തീരും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോൺവെക്കേഷന് പോകുന്നതിന് മുമ്പുള്ള എൻ്റെ ഫൈനൽ എക്സാമിന് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഹി വാസ് ഫ്രം സ്കോട്ട്ലാൻഡ്, താർസേം. അപ്പോൾ താർസേം എന്നെ വിളിക്കുമ്പോൾ താർസേം എന്നോട് ഒരൊറ്റ കണ്ടീഷനേ പറഞ്ഞോളൂ. താർസേമിനെ ഞാൻ പോയി കാണാണ്. കാര്യം എനിക്ക് കുറേ പേപ്പർ ബാക്ക് ഉണ്ട്, എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ല. യു കെ പോയിട്ടും വേറെ രീതിയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് തല തിരിഞ്ഞില്ല, അവിടെ തല വർക്ക് ചെയ്തു. കാരണം യു കെക്ക് എത്തിയപ്പോൾ നമ്മളെയൊക്കെ ഉദ്ദേശം, എന്നെ കേൾക്കുന്ന ഒരുപാട് പേർക്കറിയാം, യു കെയിലൊക്കെ നമ്മൾ പോകുന്ന പഠിക്കാനൊന്നുമല്ല, ജോലിക്ക് വേണ്ടിയാണ്. പഠിക്കുന്നതിനോടൊപ്പം ഒരു ജോലി, പ്രൈമറി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജോബ് അവിടെ സെറ്റിലാകുക എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും നടക്കില്ല കേട്ടോ. ഇപ്പോൾ വലിയ പാടാണ്. അവിടെ ഉള്ളവർക്ക് ഒരു ജോലിയില്ല. യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർക്കൊന്നും ജോലിയില്ലാത്തൊരവസ്ഥ ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു വലിയ മാർക്കറ്റ് ടഫ്നെസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സ്ഥലമാണ്. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈമായിട്ട് ഡിഷ് വാഷിങ്ങിന് ജോയിൻ ചെയ്ത ആളാണ്. ഈ പാത്രം കഴുകാനെ ഡിഷ് വാഷ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു എലഗൻസി ഒക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ശീലിച്ചത്. പിന്നെ അത് ഇപ്പോൾ ശരിക്കും പാത്രം കഴുകല. ഞാൻ 1.5 വർഷം കഴുകി. 1.5 വർഷം ആ പറഞ്ഞൊരു ജോണി സ്പൈസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനകത്തായിരുന്നു. ഈ പീരീഡിലായിരുന്നു എൻ്റെ ലൈഫ് റീഡിഫൈൻ ചെയ്തത്. കാര്യം എനിക്ക് ആരുമില്ല, കൂട്ടുകാരില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളില്ല, അറിയുന്ന ആരുമില്ല. ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയത് ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ വെച്ചിട്ടാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ജീവിതത്തിൽ. അപ്പം കുറച്ച് പൈസ ഉണ്ടാക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, സർട്ടിഫിക്കറ്റ് കിട്ടണം, പിന്നെ അവിടെ തന്നെ സെറ്റിലാകണം, ഇത്ര ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോലി ഇരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി നമ്മുടെ ലാംഗ്വേജ് അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയാണ് ഈ ജോണി സ്പൈസിൽ പോകുന്നത്. അവിടുത്തെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് മാനേജ് ചെയ്യുന്നത് ഫുള്ളും ബംഗാളീസാണ്. ഈ പുള്ളി ഒരു എക്സ് ബംഗാളിയാണ്. പുള്ളിയുടെ ഫാദറിൻ്റെ ഫാദർ ബംഗ്ലാദേശായിരുന്നു.
അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് എൻഡ് ഫുൾ ബംഗ്ലാദേശിയും ഫ്രണ്ട് എൻഡ് ഇംഗ്ലീഷുകാരുമാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള നിർത്തുള്ളൂ, ഇംഗ്ലീഷുകാരാണ് ഗസ്റ്റ്. ബാക്ക് എൻഡിൽ ബംഗാളികൾക്കാർക്കും ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ, എനിക്ക് ബംഗാളി അറിഞ്ഞൂടാ. അതുകൊണ്ട് 1.5 വർഷം എൻ്റെത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യം ഒരു പ്രശ്നവുമില്ല, ഭാഷ അറിഞ്ഞൂടാ. ഞങ്ങൾ അപ്പം ഇവരുമായിട്ടൊരു വലിയ സൗഹൃദമൊക്കെ ഞാൻ ഉണ്ടാക്കി. ഞാൻ അവിടെയാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലെ എൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ പീരീഡ് ബ്രേക്ക് ത്രൂ ആക്കി മാറ്റിയത് ആ 1.5 വർഷത്തെ പീരീഡിലാണ്. അവിടെ നമ്മളുടെ ജീവിതം, നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്, ലൈഫിൻ്റെ മീനിങ്സ്, ഇതൊക്കെ പഠിക്കാൻ പറ്റിയൊരു സാഹചര്യം അടുക്കളയിൽ എനിക്ക് കിട്ടി. കാര്യം പുസ്തകങ്ങൾ എനിക്കുണ്ടായി. രാത്രി 3 മണി വരെ പാത്രം കഴുകണം. 3 മണി കഴിഞ്ഞ് 10 മണിക്ക് പിന്നെ ഷോപ്പ് തുറക്കും. പിന്നെ രാത്രിയുള്ള നമ്മുടെ ഈ ഷെഫ് ഈ ബാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ പീൽ ചെയ്യണം, സവാള കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 3 മണിക്ക് കിടക്കില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 5 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഓഡിയോ ബുക്സ് കേൾക്കുക, വായിക്കുക, ആത്മീയമായിട്ട് പുസ്തകങ്ങൾ വായിക്കുക. അപ്പോൾ അങ്ങനെയാണ് കബീർ എന്ന് പറഞ്ഞിട്ടൊരു ബംഗ്ലാദേശിയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വേദപുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ തരുന്നത്. അതുവരെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അറബിക് ഭാഷയിലോ സംസ്കൃതത്തിലോ അല്ലെങ്കിൽ അറാമിക് ഭാഷയിലോ ഒക്കെ ആയിരിക്കും വേദപുസ്തകം വീട്ടിൽ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പലപ്പോഴും നമ്മൾ വായിക്കാറില്ല, കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇത് കാണാതെ പഠിക്കലാണല്ലോ. അപ്പം ഞാനൊക്കെ അന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൈകെട്ടി എന്താണ്ടൊക്കെ പറയും, എന്താണ്ടൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകും. അല്ലാതെ ഹൃദയം കൊണ്ട് അത് പറയാറില്ലായിരുന്നു. ഈ ഹൃദയം കൊണ്ട് സംസാരിക്കാനും ഹൃദയം കൊണ്ട് കാണാനും ഹൃദയം കൊണ്ട് കേൾക്കാനും ഒക്കെ മനുഷ്യനെ സാധ്യമാക്കുന്നത് ഉള്ളിലെ ആത്മീയത എന്ന് പറയുന്ന ഒരു ഏരിയ വർക്ക് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഇപ്പം റിഗാർഡ്ലെസ് ഇനി അത് തർക്കിച്ചാൽ അത് എവിടെയാണ് കാണിച്ചു തരൂ, തൊട്ട് നോക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാലും ഇന്ന് മെഡിക്കൽ സയൻസ് വരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. വെൻ യു ഡൈ സം എലമെന്റ് ഓഫ് വെയിറ്റ് വിൽ ബി ലോസ്റ്റ്. ദാറ്റ് എലമെന്റ് ഓഫ് വെയിറ്റ് ഈസ് കോൾഡ് യുവർ റൂഹ്, അല്ലെ ആത്മാവ്, സ്പിരിറ്റ് എന്നൊക്കെ പറയും. ആ സാധനം ഉള്ളിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കാണുന്നതിനെ വിശ്വസിക്കാനാണ്. കാണാത്തതിനെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനവും അല്ലെങ്കിൽ ഒരു മോഡലും സ്കൂൾസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ എഡ്യൂക്കേഷൻ സിസ്റ്റമോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കാണുന്നത് വിശ്വസിക്കണം. അപ്പോൾ കാണുന്നത് വിശ്വസിക്കുക എന്നുള്ളൊരു ഫാക്ട് നമ്മൾക്കുള്ളത് കൊണ്ട് തന്നെ മനസ്സ് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിന് നമുക്ക് വിശ്വാസം ഇല്ല. ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ആത്മവിശ്വാസം ഇല്ല. അതാണ് ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ റീസൺ. ആത്മാവിനെ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. ദൈവം കാണാൻ പറ്റാത്തതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കില്ല. ഭാവി, ഫ്യൂച്ചർ, ഒരു പോസിറ്റീവ് ഫ്യൂച്ചർ അല്ലെങ്കിൽ പോസിറ്റീവ് ഭാവി അല്ലെങ്കിൽ പോസിറ്റീവ് സിനാരിയോ നമുക്ക് ഉണ്ടാവാം, പക്ഷെ അത് നമുക്ക് കാണാത്തതുകൊണ്ട് നമ്മൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റക്കാവും. അപ്പോൾ ലൈഫിലെ പല കാര്യങ്ങളിലും നമ്മൾ സ്റ്റക്കാവാനുള്ള ഒരു കാരണം, ഇപ്പോൾ തൻവീർ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, നമ്മൾ ആത്മീയമായി സ്ട്രോങ് അല്ലെങ്കിൽ, മാനസികമായി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ, ആരോഗ്യം ഫിസിക്കലി നമ്മൾ ഉണ്ടായിട്ടോ 6 പാക്ക് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറേ നല്ല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. ഈ 3 കൂടെ ഒരേപോലെ വർക്ക് ചെയ്യണം. മനസ്സും ശരീരവും ആത്മാവും, ഇത് 3 മനുഷ്യനെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ലൈഫിൽ സക്സസ് അവന് ഫീൽ ചെയ്യാൻ പറ്റുക. സക്സസ് ഉണ്ടാകും, പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ്. നമ്മൾ നേരത്തെ എന്താ പറയുക, ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഒരു കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ ഈ പാരൻസ് എന്ന് പറയുന്നത് എന്താ, പലപ്പോഴും ഇത് പ്ലാൻ ചെയ്തിട്ട് ആരും പാരൻ്റ് ആവുന്നതല്ല, ആക്സിഡൻ്റലി പാരൻ്റ് ആവുന്ന കേസുകളാണ് കൂടുതലുള്ളത്. അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ് ഒന്നും ഇവർക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. ഐ മീൻ, ഒരു കുട്ടിയെ വളർത്തുന്നതിന് പല രീതിയിലുള്ള റൂട്ടുണ്ടല്ലോ. പല ആളുകളും ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെയാണ് വളർത്തി ആ രീതിയിൽ അങ്ങ് വളർത്തുകയാണ്. അതിലൊരുപാട് തെറ്റുകളുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ പാരൻറ്റിങ്ങിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് അതിനകത്ത് വരുത്തേണ്ടതുണ്ട്? കഴിഞ്ഞ പാരൻറ്റിങ് ലീഡർഷിപ്പ്, സ്റ്റുഡൻറ്റ് പാരൻസ് ലീഡർഷിപ്പ് കോച്ചിങ് പ്രോഗ്രാം ഞാൻ അബുദാബി അൽ റഹബയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10-30 പാരൻസും ഇവരുടെ സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് അവരുടെ കുട്ടികളുമായിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഞാനും ഡോക്ടർ തോമസ് ജോർജുമാണ് പ്രോഗ്രാം ചെയ്തത്. തൊമ്മൻ എന്നാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത്. പാലക്കാട് ലീഡ്സ് കോളേജിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ഈ പ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും അനുയോജ്യരായ 2 പേരെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എനിക്ക് കുട്ടികളുമില്ല, തൊമ്മൻ കല്യാണം കഴിച്ചിട്ടുമില്ല. അപ്പം നമുക്ക് ഗിൽട്ടില്ല. നമ്മൾ ഐഡിയൽ സിനാരിയെ കുറിച്ച് പറയും. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ഈ ഇതൊന്നും പാലിക്കാത്തതിൻ്റെ ഒരു ഗിൽട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഐഡിയൽ സിനാരിയോ പറയും. അപ്പോൾ അത് ഒരു ഗിൽട്ടും ഇല്ലാതെ പറയുകയും ചെയ്യും. കാര്യം ഞങ്ങളിത് അനുഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എടുത്താൽ മതി, വേണ്ടാത്ത തള്ളിക്കളഞ്ഞോ. അപ്പോൾ ഞങ്ങളങ്ങനെ ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്
എൻ്റെ അന്നത്തെ ആദ്യത്തെ സെഷനായിരുന്നു. ഞാൻ സാധാരണ കോർപ്പറേറ്റ് ട്രെയിനിങ് ആണ് ചെയ്യാറ്. അപ്പം ഈ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പലപ്പോഴും അന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ അന്ന് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലപ്പോഴും പാരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ കുട്ടികളുടെ മെൻ്റൽ വെൽബീയിങ്നെസ്സിന് അല്ലെങ്കിൽ ഫിസിക്കൽ വെൽബീയിങ്നെസ്സിന് അല്ലെങ്കിൽ അവരുടെ മോറൽ വെൽബീയിങ്നെസ്സിന് പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഈസ് സോ ബിഗ്. എത്രത്തോളം എന്നാൽ അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യു ഗീവ് മീ എ ചൈൽഡ് ബൈ ദ ഏജ് ഓഫ് 7 ഐ വിൽ ഷോ യു ദ മാൻ. യു ഗീവ് മീ എ ചൈൽഡ് അൺടിൽ ദ ഏജ് ഓഫ് 7 ആൻഡ് ഐ വിൽ ഷോ യു ദ മാൻ. 7 വയസ്സിനകത്ത് നീ എനിക്കൊരു കുട്ടിയെ തന്നാൽ നിനക്ക് വേണ്ട മനുഷ്യനെ ഞാൻ തിരിച്ചു തരാം. അപ്പോൾ ആ പീരീഡ് ഭയങ്കര ക്രിട്ടിക്കലാണ്. ഒരു അൺടിൽ ദ ഏജ് ഓഫ് 7 to 8 നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷൻ പീരീഡാണ്. ജെനറ്റിക് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടക്കുന്ന പീരീഡാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ജെനറ്റിക്കലി ട്രാൻസ്ഫോംഡ് ആണ്. എൻ്റെ ഉപ്പയും ഉമ്മയും പോലെയൊക്കെ ആയിരിക്കും ഞാൻ ഏകദേശം. പക്ഷേ ഈ ഒരു 7 വയസ്സ് വരെയുള്ള പീരീഡിൽ നമുക്ക് അവരെ പല രീതിയിലും കണ്ടീഷൻ ചെയ്തെടുത്ത് മാറ്റാനും മറിക്കാനും ഒക്കെ സാധിക്കും. 7 വയസ്സ് കഴിഞ്ഞാൽ ഒരു 80% നമ്മുടെ സബ് കോൺഷ്യസ് ബിഹേവിയേഴ്സ് ഒക്കെ ഫോംഡ് ആയിരിക്കും. പിന്നെ മാറ്റുക എന്ന് പറഞ്ഞാലും പോസിബിൾ ആണ്. യു ക്യാൻ റീപ്രോഗ്രാം, യു ക്യാൻ ചേഞ്ച്, ബട്ട് അഗെയിൻ ഒരു നാച്ചുറൽ ഈസിനെസ് കിട്ടില്ല. പിന്നെ ടെക്നിക്കൽ തെറാപ്പീസും സയൻറ്റിഫിക് മെത്തേഡ്സും പ്രാക്ടീസും യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളെപ്പോലുള്ള എക്സ്പേർട്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ ആ പീരീഡ് വരെ അവരുടെ എക്സ്പേർട്സ് ഉമ്മയും ഉപ്പയാണ്, മാതാപിതാക്കളാണ്. അവരെങ്ങനെയാണോ ഈ കുട്ടിയെ വളർത്തുന്നത്, അവർ എങ്ങനെയാണോ ആ കുട്ടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതേപോലെ ആ കുട്ടിയുടെ ലൈഫ് മാറും. ഒരു എക്സ്ട്രീം സിനാരിയോ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ അണ്ടിൽ ദ ഏജ് ഓഫ് 7 എന്ന്, ഇന്ന് റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് ഈ പ്രഗ്നൻസി പീരീഡിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ അനുഭവിക്കുന്ന മാനസികമായ എല്ലാ സുഖവും ദുഃഖവും ആ കുട്ടിയുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരു ഗർഭിണി, ഇപ്പോൾ നമ്മൾ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രഗ്നൻറ്റ് ലേഡി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഹസ്ബൻഡ്സിനോടാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഓരോ വാക്കും, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന സമാധാനവും, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ടെൻഷനും നിങ്ങൾ കുട്ടിയുടെ സ്വഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരുപാട് കേസ് സ്റ്റഡീസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ വളരെ വിഗറസ് ആയിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറുള്ള പല മനുഷ്യരുടെയും കുട്ടിക്കാലം അത്ര ടോക്സിക് എൻവയോൺമെൻ്റ് ആയിരുന്നില്ല. പക്ഷേ ആ കുട്ടിക്കാലത്തിന് മുമ്പ് അവർ പ്രഗ്നൻസി പീരീഡിൽ അവർ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ, സിറ്റുവേഷൻസ് ആ കുട്ടി പിന്നീട് പ്രായമായി കഴിഞ്ഞപ്പോൾ അയാളുടെ ക്യാരക്ടറിനെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഇപ്പോൾ അതായത് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും നല്ല ടേംസിലായാൽ പോലും ആ കുട്ടിയെ ചിലപ്പോൾ അത് സഹായിക്കില്ല, പ്രഗ്നൻസി പീരീഡിൽ റോങ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ ആണെങ്കിൽ. അപ്പോൾ ആ 10 മാസം ഭയങ്കര ക്രിട്ടിക്കലാണ്. അവിടുന്ന് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പാരന്റിങ് തുടങ്ങാം. നമ്മളൊക്കെ പാരന്റിങ് തുടങ്ങുന്ന എപ്പോഴാണ്? ഇവൻ ഏതെങ്കിലും രീതിയിൽ മിസ്ബിഹേവിയർ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ കുസൃതി, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ നമ്മൾ പാരൻ്റ് ആവും. അപ്പോൾ പാരന്റിങ് ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് ഫ്രം ദ മൊമെൻറ്റ് യുവർ പാർട്ട്ണർ ഗോട്ട് കൺസീവ്ഡ്. പാർട്ട്ണർ കൺസീവായ മുതൽ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ റൂഹ് വരും. അത് സ്പിരിച്വലി പറയാണ്. ഒരു 3 മാസം കഴിഞ്ഞാൽ 90 ദിവസം 120ാമത്തെ ദിവസം, ഇഫ് ഐ എം നോട്ട് റോങ്, 3-4 മാസം കഴിഞ്ഞാൽ റൂഹ് വരുമെന്ന് പറയും. അലമിൽ അർവാഹ് എന്ന ലോകത്ത് നിന്ന്, ആത്മാക്കളുടെ ലോകത്ത് നിന്ന് ദൈവം ഈ മനുഷ്യൻ്റെ റൂഹിനെ, കുട്ടിയുടെ ആത്മാവിനെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഊതി നിറയ്ക്കും എന്ന് പറയും. അപ്പോൾ അതിപ്പം മെഡിക്കലി അത് പ്രൂവ് ചെയ്തു. ഒരു 120 ഡേയ്സ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്യാരക്ടർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും, ജെനറ്റിക്കൽ കോഡിങ്ങും ട്രാൻസ്ഫോർമേഷൻസും ഇൻക്ലൂഷൻസും ഒക്കെ നടക്കുന്ന ഒരു പീരീഡാണ് ഈ 120 ഡേയ്സ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഹാപ്പിനെസ് പോലും, ഇപ്പോൾ ചില കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിരിക്കും, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇതുപോലും ജെനറ്റിക്കലി ട്രാൻസ്ഫോംഡ് ആണ്. 50% ഓഫ് യുവർ ഹാപ്പിനെസ് ഈസ് ഫ്രം യുവർ മം ആൻഡ് ഡാഡ്. 40% is your mental state, and 10% is the ecosystem surroundings.